കുടുംബ പ്രേക്ഷകരുടെ എന്നും ഇഷ്ടപ്പെട്ട നായിക നമ്മുടെ എല്ലാവരും സ്വന്തം അമൃത. നമസ്കാരം. ആദ്യ തുടക്കത്തിന് ഒരു മോശപ്പെട്ട അനുഭവമാണ് അമൃതയ്ക്ക് ഉണ്ടായത്. ഒരു പെണ്ണിന്റെ ശത്രു മറ്റൊരു പെണ്ണായിരിക്കുമോ? എന്റെ അനുഭവം വെച്ചിട്ടാണ്. നമുക്ക് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അതായത് സൂയിസൈഡ് ചെയ്യാൻ ആലോചിച്ചിട്ടുണ്ട്. അതുവരെ പോലും ഒരു ബന്ധുക്കൾ എന്റെ വീട്ടിൽ ഞാൻ വന്ന് അങ്ങനെ കണ്ടിട്ടില്ല. ലൈഫിൽ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്തിട്ടുണ്ട്. അച്ഛനെയാണ്. എനിക്ക് അന്ന് അമ്മ കഷ്ടപ്പെട്ട് തയ്യൽ പണിയിലെ പൈസയും കൊണ്ട് മക്കളെ വളർത്തുന്ന സമയത്ത് അന്നത്തെ കഷ്ടപ്പാടുകൾ അമൃത കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ രാജകുമാരി പ്രിൻസസ് എന്ന് പറയുന്നത് എന്റെ അമ്മയാണ്. കാരണം എന്റെ അമ്മ നമ്മളെ വളർത്തിയ വഴി നമ്മൾക്ക് നന്നായിട്ടാണ്. എന്റെ പലരും പറയാം അവരെ വിശ്വസിക്കില്ല, അവര് കൊള്ളില്ല. പക്ഷെ എനിക്കതിൽ ഞാൻ നേരിൽ കാണുമ്പോ പാച്ചിൻ എന്ത് നല്ല വ്യക്തിയാ. പക്ഷെ ഏതൊക്കെ സെറ്റി അമൃത അല്ലെ അമ്മു ഷൂട്ടിന് പോയിട്ടുണ്ടെങ്കിലും മിലേനത്തിന് സെറ്റി വരുമ്പോ ഒരു ജീവനല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. കുടുംബ പ്രേക്ഷകരുടെ എന്നും ഇഷ്ടപ്പെട്ട നായിക നമ്മുടെ എല്ലാവരും സ്വന്തം അമൃത. നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരുപാട് സീരിയലുകൾ ചെയ്ത് കുടുംബ പ്രേക്ഷകരിൽ നിന്നും ഇഷ്ടം നേടിയെടുത്ത അമൃത അല്ലേ. പക്ഷെ അമൃതയുടെ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ അഭിനയത്തിലോട്ട് അല്ലെങ്കിൽ ഒരു ആക്ടിങ്ങിലോട്ട് യാദൃശ്ചികമായിട്ട് വന്നപ്പെട്ടതാണോ? എന്തായിരുന്നു കഥ? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലിക്ക് കയറുന്നത്. പിന്നെ അവിടുന്ന് ഒരു 2 വർഷം വർക്ക് ചെയ്തതിനു ശേഷം FBയിൽ ഒരു ഓഡിഷൻ കണ്ടു, അതിന് അയച്ചു, അതിന് സെലക്ഷൻ കിട്ടി. അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. ഇൻഡസ്ട്രിയിലോട്ട് വന്ന സമയത്ത് ഞാൻ കേട്ടൊരു കഥ എന്ന് പറയുന്നത് ആദ്യ തുടക്കത്തിന് ഒരു മോശപ്പെട്ട അനുഭവമാണ് അമൃതയ്ക്ക് ഉണ്ടായത്. എന്തായിരുന്നു അത്? ലൊക്കേഷനിലെ ഇൻസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വർക്ക്. അപ്പൊ അതില് എനിക്ക് ലൈക്ക് എന്താ, എനിക്ക് ലൊക്കേഷന്റെ കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ അഭിനയിക്കുന്നത് എങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. അതെ അതെ, ക്യാമറ എവിടെ നിൽക്കുന്നു, എങ്ങനെ നോക്കണം, എങ്ങനെ തിരിയണം ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ ഷോട്ടിൽ നിൽക്കുന്ന സമയത്ത് 1-2 വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഞാൻ എന്തോ തെറ്റുകയോ അല്ലെങ്കിൽ എന്തോ ചിരിക്കുകയോ എന്തോ ചെയ്തു. എന്താ ആക്ഷൻ ടൈമില് ഡയലോഗ് പറയുന്ന സമയത്ത്. അപ്പൊ ചിരിച്ചപ്പം അസോസിയേറ്റ് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു. അതെ അതെ, ഒരു മോശൻ വേർഡ് ഉപയോഗിക്കാൻ പാടില്ലാത്ത. അന്നും എനിക്ക് ഭയങ്കര ഏജ് കുറവാ, 20, അത്രയും ഭയങ്കര കുറവൊന്നല്ല, ഒരു 20 ആ ഒരു ടൈമിലാണ്. അപ്പം ആ ഒരു ടൈം നമ്മൾ അപ്പോഴും കാണാൻ ഭയങ്കര ചെറുതാ, ആള് വലിപ്പമൊന്നുമില്ല. അപ്പൊ എന്തോ എനിക്ക് അറിയത്തില്ല, ഭയങ്കര ഒരു പെൺകുട്ടിനോട് സംസാരിക്കുന്ന രീതിയിലല്ല അയാൾ സംസാരിച്ചത്. പിന്നീട് വന്ന് സോറിയൊക്കെ പറഞ്ഞാൽ പോലും ആ ക്രൂവിന്റെ മുന്നിലൊക്കെ വെച്ചിട്ടാണല്ലോ അങ്ങനെ ബിഹേവ് ചെയ്തത്. അതെന്റെ ഏറ്റവും ഫസ്റ്റ് ഇൻസിഡന്റ് ആണ് അങ്ങനത്തെ. പിന്നീട് അമൃതയുടെ ആക്ടിംഗ് ലൈഫിലെ വളർച്ചയ്ക്ക് ശേഷം ഈ അസോസിയേറ്റിനെ നേരിട്ട് കാണേണ്ട വല്ല അവസ്ഥ ഉണ്ടായിട്ടുണ്ട്? ഇപ്പൊ ഈ ലാസ്റ്റ് ഒരു 6-7 മാസം മുമ്പ് കണ്ടിട്ട് എന്ത് പറഞ്ഞു? ഇല്ല, സംസാരിച്ചൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇനി പുള്ളിക്കാരൻ എന്നെ മനസ്സിലായെന്ന് അറിയത്തില്ല. അന്നത്തെ രൂപത്തിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈ രൂപത്തിന്റെ വലിയൊരു മാറ്റം എന്ന് പറയുമ്പം അമൃത ഞങ്ങളെ വരെ അത്ഭുതപ്പെടുത്തി, ഞങ്ങളെ വരെ ഞെട്ടിച്ചൊരു ഫോട്ടോ ഞാൻ കാണിക്കട്ടെ. ഈ ഫോട്ടോയുടെ പിന്നിൽ ഒരു കഥയൊന്ന് പറയണം കേട്ടോ. ഇതൊരു 1.5 ഫോട്ടോയായി പോയി. ഈ ഫോട്ടോയുടെ പോരായ്മയല്ല ഞാൻ പറയുന്നത്, ഈ ഫോട്ടോയിൽ നിന്ന് പിന്നെ വന്നൊരു ട്രാൻസിഷൻ ഉണ്ട്. ശരിക്കും എന്തോ സംഭവിച്ചേ? ഇത് ഞാൻ കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എടുക്കുന്ന ഫോട്ടോയാണ്. പിന്നീട് അതിനുശേഷം എന്താ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് വന്ന മാറ്റങ്ങളാണ് ഇപ്പൊ കാണുന്നത്. ഈ ആക്ടിങ്ങിലോട്ട് വന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കുറച്ച് നിറം വേണം, ക്യാമറ ഫേസ് ചെയ്യും, കുറച്ച് കളർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഭംഗിയില്ല അല്ലെങ്കിൽ ക്യാമറയിൽ സ്ക്രീനിൽ കാണുമ്പോൾ ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ 1-2 ചാൻസസ് പോയിട്ടുണ്ട്. ഞാൻ കേട്ടൊരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് അമൃതയിൽ കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു കാര്യം, അമൃതയ്ക്ക് ഇപ്പം കിട്ടുന്ന പൈസയാണെങ്കിലും അല്ലെങ്കിൽ അമൃതയുടെ അഭിനയത്തിൽ കിട്ടുന്ന പൈസയാണെങ്കിലും ഫാമിലിയെ നല്ലപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ശരിയാണോ? എന്റെ ഫാമിലി ടേക്ക് കെയർ ചെയ്യുന്നത് ഞാനാണ്. അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ അവരെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അനിയനുണ്ടല്ലേ? എനിക്കൊരു ബ്രദർ ഉണ്ട്. നിങ്ങൾ 2 മക്കളാ? അതെ, 2. അനിയൻ ഇപ്പൊ എന്ത് ചെയ്യുക? അനിയൻ BSc നഴ്സാണ്, അബ്രോഡ് പോകാനായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുകയാണ്. അമൃതക്ക് ഏത് കഥാപാത്രം ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ? എനിക്ക് പോസിറ്റീവ് ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, രേഖ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വൈഫ് ക്യാരക്ടറാണ്.
നല്ല രീതിയിൽ ഞാൻ ചെയ്യുന്ന നല്ലൊരു ക്യാരക്ടറാണ്. എനിക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ആഗ്രഹം. പക്ഷെ പോസിറ്റീവായിട്ടിരിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തി, ഒരു സെറ്റിൽ വന്ന ഒരുപാട് ആൾക്കാരെ ചിരിപ്പിക്കുന്ന വ്യക്തി, ഒരുപാട് ഫ്രണ്ട് സർക്കിളുള്ള വ്യക്തി, പക്ഷെ ജീവിതത്തിൻ്റെ യാത്രയിൽ എപ്പോഴൊക്കെയോ ഈ കൂട്ടുകാർ തന്നെ പിന്നിൽ നിന്ന് ചതിച്ചിട്ടില്ലേ? ഒരുപാട് സർക്കിൾ ഉണ്ടായിരുന്നു, എന്തായിരുന്നു കഥ? എനിക്കങ്ങനെ സ്കൂളിലും കോളേജിലും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് കൂട്ട് ഉള്ള ഒരാളല്ലായിരുന്നു. അപ്പോഴും ലിമിറ്റഡ് ആയിരുന്നു. പിന്നീട് ഇൻഡസ്ട്രിയിലോട്ട് വന്നപ്പം കൂട്ടുകെട്ട്, അതും എപ്പോഴും ഗേൾസ് തന്നെയായിരുന്നു. നല്ല അത്യാവശ്യം ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. പിന്നീട് അത് ചുരുങ്ങി 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 ഇപ്പം അത് 1, 2, 3 പേരിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഒരു പെണ്ണിന്റെ ശത്രു മറ്റൊരു പെണ്ണായിരിക്കുമോ? എൻ്റെ അനുഭവം വെച്ചിട്ടാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ഉയർച്ച വരാൻ കൂടെ നിൽക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. എൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് എന്നെ ചവിട്ടി ഇടാൻ നോക്കിയിട്ടുള്ളത്. ഇപ്പോഴും സ്റ്റിൽ അവരെൻ്റെ വർക്കുകൾ കളയുന്നുണ്ട്, മോശം കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്നുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും നോക്കുന്നില്ല. ഞാൻ എൻ്റെ ജോലിയിൽ നോക്കി പോകുന്നു. എനിക്ക് വേറെ അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു. പക്ഷെ പലരും ഇങ്ങനെ പറയും, അമൃത നിന്നെക്കുറിച്ച് ആൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭയങ്കര കമ്പനി ആയിരുന്നല്ലോ, ആ ആള് തന്നെയാണല്ലോ ഇങ്ങനെ പറയുന്നതെന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമം വരും. അപ്പോഴും അമൃതയെ കാണുമ്പോൾ മുഖത്ത് നോക്കി ചിരിക്കുന്നു, അമൃത ഇല്ലാത്ത സമയത്ത് കുറ്റങ്ങൾ പറയുന്നു, അപ്പോഴും മനസ്സിൽ വേദനകളില്ലേ? വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അത് എങ്ങനെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ വ്യക്തിയോട് ചോദിക്കാനോ പ്രശ്നത്തിനോ ഒന്നും ഞാൻ പോകത്തില്ല. അവരൊരു പറഞ്ഞ് അവർക്കൊരു സന്തോഷം കിട്ടും. ഇപ്പൊ എന്നെ കുറിച്ച് നെഗറ്റീവ് 10 പേരെടുത്ത് പറയുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടുന്നത് കിട്ടട്ടെ. ഈ കുരയ്ക്കുന്ന എല്ലാ പട്ടികളുടെയും വായടപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം സഹായിച്ച് എനിക്ക് വർക്കുകൾ കിട്ടുന്നുണ്ട്. ഡേ ബൈ ഡേ എനിക്ക് എൻ്റെ കരിയറിൽ ഗ്രോത്ത് വരുന്നുണ്ട്. ഞാൻ അത്രേ നോക്കുന്നുള്ളൂ. ഈ പുറകിൽ നിന്ന് ചതിച്ച സൗഹൃദങ്ങളുടെ കൂടെ പിന്നീട് വർക്കുകൾ ചെയ്തിട്ടുണ്ടോ? ഈ ചെയ്യുന്ന സമയത്ത് തന്നെ എങ്ങനെ അഭിനയിക്കാൻ പറ്റും? ഇപ്പം എനിക്ക് എൻ്റെ ശത്രുവാണ് അമൃതയെങ്കിൽ എനിക്കൊരിക്കലും മുന്നേ വന്നിങ്ങനെ അഭിനയിച്ച് ചിരിക്കാൻ പറ്റത്തില്ല. അമൃതയ്ക്ക് അതെങ്ങനെ സാധിക്കുന്നു? എന്നെക്കാളും വേറെ കുറെ വ്യക്തികൾ, ഞാൻ ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഭയങ്കര തീർച്ചയായിട്ടും. ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഞാനും മജ്നു സംസാരിക്കുന്ന പോലെ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ കട്ട് പറയുമ്പോൾ അങ്ങോട്ട് മാറി നിന്ന് മോശം പറയുന്ന ആൾക്കാർ കൂടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൽ നിന്ന് എന്ത് കിട്ടുന്നു എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ എപ്പോഴും ക്യാരക്ടറായിട്ട് നിൽക്കുന്നത്. ഇപ്പം ഞാൻ എന്താ പറയുക, ഇപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഇപ്പം എൻ്റെ എത്ര വലിയ ശത്രു ആണെങ്കിൽ പോലും ഞാൻ ആ ക്യാരക്ടറിനെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ നമ്മുടെ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ്, അത് അത്രയും പ്യൂറായിട്ട് ഞാൻ കാണിക്കത്തുള്ളൂ ആക്ഷനിൽ. അതായത് ഒരു ആക്ഷനും കട്ടിനും നടുക്കായിരിക്കും. കട്ട് കഴിഞ്ഞാൽ ഞാൻ അമൃതയാണ്, ഞാൻ ആ ക്യാരക്ടർ അല്ല. ഞാൻ എൻ്റെ ഫോണും കൊണ്ട് ഏതെങ്കിലും മൂലയിൽ ഇരിക്കും. അതാണ്. ഈ ജീവിതത്തിൽ എത്ര സൗഹൃദങ്ങൾ ഉണ്ടെങ്കിലും അന്നും ഇന്നും ജീവിതകാലം മുഴുവനും കൂടെ നിർത്താൻ പറ്റിയ ഒരാളാരായിരിക്കും? നമ്മുടെ കുടുംബക്കാർ മാത്രമേ കാണത്തുള്ളൂ. തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മ മാത്രമേ കൂടെ കാണൂ എന്നുള്ളത് ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കിയതാണ്. ഒരുപാട് വേണ്ടാത്ത വാക്കുകൾ അമ്മയും മോളെയും പറ്റിയും പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞു പരത്തിയിട്ടുണ്ടോ ആളുകൾ? എന്നെ പറ്റി ഭയങ്കര മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കൂടെ നിന്ന സുഹൃത്തുക്കൾ തന്നെ. അപ്പൊ അപ്പോഴൊന്നും പ്രതികരിക്കണം എന്നുള്ളൊരു ചിന്തയില്ലായിരുന്നോ? ഞാനിപ്പോൾ അവരുടെ അടുത്ത് പോയി വഴക്കുണ്ടാക്കി, നീ എന്തിനാണ് ഇപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചത്, അല്ലെങ്കിൽ നിനക്ക് അതിൽ എന്ത് പ്രൂഫ്, എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കുന്നേ, നീ എന്തിനും എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി ആ വിശ്വസിച്ച ആൾക്കാർ അവർ അങ്ങനെ വിശ്വസിക്കാണ്ടിരിക്കുവോ? ഈ പുള്ളിക്കാരി മാറ്റി പറയോ നാളൊരടുത്ത്? പറയത്തില്ല. നമ്മൾ കേൾക്കുക, കളയുക, തീർന്നു. പക്ഷെ എനിക്കറിയത്തില്ല, ഓരോ ദിവസം കാണുമ്പോൾ ഇന്ന് ചിരിച്ച വ്യക്തി നാളെ എൻ്റെ ശത്രുവായിട്ട് എൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഇതെങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ ഉള്ളോ അമൃതേ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ട് ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. പക്ഷെ എൻ്റെ വിഷമം എനിക്ക് എൻ്റെ അമ്മയടുത്ത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ കരയുമ്പോൾ എൻ്റെ അമ്മ അതിൽ കൂടുതൽ കരയും. എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞ് ഒരുപാട് വിഷമിച്ചിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സിംഗിൾ വുമൻ, അല്ലെങ്കിൽ എന്താ പറയുക, സിംഗിൾ പേരൻ്റ് ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഈ ചുറ്റുപാട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു പെണ്ണ് 2 മക്കളെയും കൊണ്ട് സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവൾ ഏറ്റവും മോശക്കാരിയായിട്ട് മറ്റുള്ളവർ പറയത്തുള്ളൂ. അത് ബന്ധുക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എല്ലാവരും അവരെ ഭയങ്കര നെഗറ്റീവായിട്ട് ചിത്രീകരിച്ച് കാണിക്കത്തുള്ളൂ. പക്ഷെ ആ അമ്മ എന്തോരം സഫർ ചെയ്തിട്ടായിരിക്കും ആ 2 മക്കളെ വളർത്തുന്നുള്ളത്. ആരും നല്ലത് അതിനെക്കുറിച്ച് പറയത്തില്ല. എൻ്റെ അമ്മ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. എൻ്റെ അമ്മ ഒരു സാധാരണ തയ്യൽക്കാരിയായിരുന്നു. ആ ഒരു വരുമാനത്തിലാണ് എന്നെ എൻ്റെ അനിയനെയും പഠിപ്പിച്ച് ഇപ്പം ഞാനൊരു 5 വർഷമായിട്ടുള്ള എൻ്റെ ഫാമിലി നോക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ബാക്കി അത്രയും നാൾ എൻ്റെ അമ്മയാണ് ഞങ്ങളെ നോക്കിയത്. അതുകൊണ്ട് എനിക്കറിയാൻ പറ്റും ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പം ഭർത്താവ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അവൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ അവളെ മാനസികമായി തളർത്തുന്നത് നമ്മുടെ ഈ സമൂഹത്തിലുള്ള കുറേ ആൾക്കാരാണ്. അമൃതയിൽ തേടി വന്ന 2-3 പ്രൊജക്റ്റുകൾ അമൃതയുടെ സൗഹൃദങ്ങൾ തന്നെ അമൃതയിൽ നിന്ന് അതില്ലാതാക്കി കളഞ്ഞെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളാണ് അമൃത ഇതിൽ നിന്ന് കാസ്റ്റിംഗ് മാറ്റിയത്, അല്ലെങ്കിൽ ഈ ഓഫർ വേണ്ട. അത് ക്യാരക്ടേഴ്സ് മാത്രമല്ല,
പ്രോഗ്രാംസും ഇനോഗ്രേഷനും സ്റ്റേജ് ഷോസിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ തയ്യൽ ജോലി എടുത്ത് അമ്മ 2 മക്കളെ വളർത്തുന്നു, അമൃതയും അമൃതയുടെ അനിയനെയല്ലേ. ശരിക്കും ഇപ്പോൾ അമൃത വീട് നോക്കുമ്പോൾ അറിയാം എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്ന്. ശരിക്കും അന്ന് അമ്മ കഷ്ടപ്പെട്ട് തയ്യൽ പണിയിലെ പൈസയും കൊണ്ട് മക്കളെ വളർത്തുന്ന സമയത്ത് അന്നത്തെ കഷ്ടപ്പാടുകൾ അമൃത കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ അന്നും ഇന്ന് റെൻ്റ് ഹൗസാണ്, അന്നും റെൻ്റ് ഹൗസാണ്. വാടക കൊടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ല്, നമുക്ക് നല്ല ഭക്ഷണം, നല്ല ഡ്രസ്സ്, സ്കൂളിൻ്റെ കാര്യങ്ങൾ, യൂണിഫോം കാര്യങ്ങൾ എല്ലാം ഞങ്ങളുടെ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് വാങ്ങിച്ചതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അനിയനെ എന്നെയും പഠിപ്പിച്ചത് വളരെ കഷ്ടപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് പറയട്ടെ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ആൻറ്റിയും 2 മക്കളും കൂടെ സൂയിസൈഡ് ചെയ്തില്ലേ, ഇതേപോലെ എൻ്റെ അമ്മയും ആലോചിച്ചിട്ടുണ്ട്. എനിക്കൊരു ടിഷ്യൂ പേപ്പർ തരുമോ? ചെയ്യാൻ സോറി. അതായത് സൂയിസൈഡ് ചെയ്യാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തായിരുന്നു കഥ? ഇപ്പോഴത്തെ ആൻറ്റി 2 മക്കളെ കൊണ്ട് മരിക്കണം, അല്ലെങ്കിൽ ട്രെയിനിന് മുന്നിൽ മരിച്ചു. ലാസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ട് അവരുടെ ഹസ്ബൻഡും എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂസ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ന്യൂസിൽ കണ്ടപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് ഞങ്ങളുടെ കാര്യമാണ്. കാരണം ഞാനൊരു 10th പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടും ഫിനാൻഷ്യലായിട്ട് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പം ആരുമില്ല സഹായിക്കാൻ, ബന്ധുക്കളില്ല, അന്ന് അമ്മയ്ക്ക് അങ്ങനെ ആരും ഇല്ല, സഹോദരങ്ങളില്ല, ആരുമില്ല. അപ്പം ഞങ്ങളുടെ അമ്മ ഒരു ദിവസം നൈറ്റ് ഇങ്ങനെ ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും, അതായത് ഞാനും എൻ്റെ അനിയനെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ അമ്മയ്ക്കൊരു ചെറിയ ഷോപ്പുണ്ട്, അവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ട്യൂഷനും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും വീട്ടിൽ പോവാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ദിവസം പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, നമുക്ക് ആരുമില്ല. അമ്മ പറഞ്ഞു നമുക്ക് ആരുമില്ല, നമുക്ക് ഇനി ജീവിച്ചിട്ട് മുന്നോട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു റെയിൽവേ ട്രാക്കാണ് അടുത്ത് കിള്ളിപ്പാലം, നമുക്ക് ഇവിടെ പോയാലോ, നമുക്ക് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അന്നും വലിയ ബോധവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം എൻ്റെ അനിയൻ പറഞ്ഞ് അമ്മ എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ടാവും, എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് മരണം അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര പേടിയോട് ഞാൻ പറഞ്ഞ് എന്നെ അമ്മൂമ്മയുടെ അടുത്താക്കിയിട്ട് നിങ്ങൾ എവിടെ പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ ആ ഒരു തീരുമാനം, ഒരു പെണ്ണ് ആത്മഹത്യക്ക് ശ്രമിക്കാം അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചില്ല, അവളുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല എന്നാണ് അതിനർത്ഥം. അവൾക്ക് വേറെ സപ്പോർട്ടായിട്ടൊന്നും ഇല്ല, ഇനി മുന്നിൽ മൊത്തം ഒരു ഇരുട്ടുമയമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആൾക്കാർ മാത്രമേ സൂയിസൈഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ അന്ന് എൻ്റെ അമ്മ, ഞാൻ മാറി നിന്നപ്പോഴും എൻ്റെ അനിയൻ കരഞ്ഞപ്പോഴും എൻ്റെ അമ്മ തീരുമാനം മാറ്റിയത് കൊണ്ട് ഇന്ന് ഈ കുറ്റം പറഞ്ഞ ആൾക്കാരുടെ മുന്നിലും മോശമായിട്ട് ചിത്രീകരിക്കപ്പെട്ടവരുടെ മുന്നിലും ഞങ്ങൾ വളരെ നീറ്റായിട്ട് അന്തസ്സായിട്ട് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നു. അമൃതയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞ അമ്മയല്ലേ. പക്ഷെ ജീവിതത്തിൻ്റെ ഓരോ യാത്രയിലും എപ്പോഴെങ്കിലുമൊക്കെ ഒരാളെ നഷ്ടമായി, അല്ലെ ആ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര സങ്കടങ്ങൾ അറിയത്തില്ല, അമ്മയ്ക്കൊരു താങ്ങായനെ തണലായനെ എന്നെപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? അല്ലെ ലൈഫിൽ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ലൈഫിൽ നമുക്ക് അങ്ങനെ തോന്നിയൊരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ അമ്മ ഇത്രയും കഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ ഇത്രയും മോശം കേട്ടതൊക്കെ ഈ ഒരു വ്യക്തി കാരണമാണ്. ആ വ്യക്തി ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക്, എനിക്കൊന്ന്, ഞാൻ ചിലപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ എത്തത്തില്ല, വേറെ ലൈഫായിരിക്കാം, പക്ഷേ മിസ് ചെയ്തിട്ടുണ്ട് അച്ഛനെയാണ്. നമ്മളിപ്പോൾ എപ്പോഴും ഞാൻ പൊതുവേ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം, എപ്പോഴും ഒരു പെൺകുട്ടിയുടെ ഒരു ഹീറോ എന്ന് പറയുന്നത് അവളുടെ അച്ഛനായിരിക്കും എന്നുള്ളത്. പക്ഷേ എൻ്റെ ലൈഫിൽ അതെ, എൻ്റെ ഹീറോയിൻ, ഞങ്ങളുടെ രാജകുമാരി പ്രിൻസസ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. കാരണം എൻ്റെ അമ്മ നമ്മളെ വളർത്തിയ വഴി നമ്മൾക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ്റെ കുറവുകളൊന്നും അമ്മ വരുത്തിയിട്ടില്ല. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കൂട്ടുകാർക്കിടയിലാണെങ്കിലും നിന്റെ അച്ഛൻ വന്നില്ലേ എന്നൊക്കെ കുത്തുവാക്കുകൾ സ്കൂളിലും കോളേജിലും ഒക്കെ ഞാൻ കുറേ നല്ല കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ഫെയർവെൽ അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ നൈറ്റ് ഒന്ന് ലേറ്റ് ആയിട്ട് എത്തുമ്പോൾ തന്നെ നമ്മൾ സാധാരണ വിളിക്കാൻ നമ്മുടെ അച്ഛനായിരിക്കില്ല വരുന്നത്, അല്ലെങ്കിൽ ഒരു മൂത്ത ജ്യേഷ്ഠൻ. ഈ 2 ആൾക്കാരും എനിക്കില്ല. എവിടെ, ഏത് പാതിരാത്രിയിലും ഏത് ലൊക്കേഷനിൽ എവിടെയാണ് എനിക്ക് എൻ്റെ അമ്മയാണ് തണലായിട്ട് എന്നും കൂടെ വന്നിട്ടുള്ളത്. അമ്മയുടെ കഷ്ടപ്പാടുകൾ ചിന്തിച്ചാൽ നമുക്കറിയാം എത്രമാത്രം. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും അമ്മയുടെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും ഈ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് വീട്ടിൽ ഭയങ്കര ദേഷ്യപ്പെടും, ബാക്കി കാര്യങ്ങളൊക്കെ. പക്ഷെ അവർക്കൊരു കുറവില്ലാണ്ട് ഞാൻ നോക്കണം. ആ ഒരു മൈൻഡിലായതുകൊണ്ട് ഞാൻ എപ്പോഴും ദേഷ്യപ്പെടും. ഇപ്പം എക്സ്ട്രാ ഒരു 100 രൂപ അല്ലെങ്കിൽ 500 രൂപ ചിലവാക്കി ഞാൻ അവർക്ക് ബഹളം ഉണ്ടാക്കും. 500 രൂപ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയതെന്നൊക്കെ പറയും. പക്ഷേ എനിക്കറിയാം പൈസയുടെ വില എനിക്കറിയാം. 1 രൂപ പോലാണെങ്കിലും 1 രൂപ നമുക്ക് പൈസ ഇല്ലെങ്കിൽ ഈ ലോകത്ത് വെറും ഒരു പട്ടിയുടെ വില ഉണ്ടാവത്തുള്ളൂ. ബന്ധുക്കാരുടെ മുന്നിലാണെങ്കിലും കൂട്ടുകാരുടെ മുന്നിലാണെങ്കിലും. ഒരു കാറില്ലാണ്ട് ഞാൻ പല പ്രോഗ്രാമിനും പോകാതിരുന്നിട്ടുണ്ട്, ഫങ്ഷൻസിന് പോകാതിരുന്നിട്ടുണ്ട്.
ഒന്ന് ലിഫ്റ്റ് തരുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കൊണ്ടുപോകാതിരുന്നിട്ടുണ്ട്. അവരെന്തായിരുന്നു പറഞ്ഞത്? വണ്ടിയിൽ ഫുൾ ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന വഴി പോകുന്ന ആളാണ്, അതുവഴിയൊന്നും അല്ല പോകുന്നത് പറഞ്ഞ് ഒഴിവാക്കിയ വ്യക്തികളുണ്ട്. ആ വാശിയിൽ ഞാനൊരു കാർ എടുത്തു. സ്വന്തമായിട്ട് എൻ്റെ ഏർണിങ്സിൽ ഞാനൊരു കാർ എടുത്തു. അപ്പം എനിക്ക് മനസ്സിലായി, ആ ഒരു കാറ് വന്നപ്പം ഇല്ലാത്ത ബന്ധങ്ങളൊക്കെ വന്നു, കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ വന്നു. പിന്നീട് എൻ്റെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് എനിക്ക് അമൃത എന്ന് പറയുമ്പോൾ 10 പേരെങ്കിലും അറിയണം. 100 പേരെ എടുക്കുകയാണെങ്കിൽ അത് 10 പേർക്കിൽ അമൃത അറിയണം എന്നുള്ളത്. അതുപോലെ അത്ര നല്ല ക്യാരക്ടർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ചെറിയ ചെറിയ ക്യാരക്ടറിലൂടെയാണ് വന്നത്. പക്ഷെ ഇപ്പം അമൃത എന്ന് പറഞ്ഞാൽ 10 പേർക്ക് അറിയാം. അതിലെനിക്ക് അഭിമാനമുണ്ട്. എവിടെ പോയാലും അമൃതയുടെ അമ്മയാണല്ലേ, ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എൻ്റെ അമ്മയ്ക്ക് കിട്ടും. ഇപ്പൊ അമ്മു തന്നെ പറഞ്ഞു പൈസ ഇല്ലെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും ഇല്ല. ശരിക്കും ഇത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? പിന്നില്ലാണ്ട്. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തുടക്കമാണ്, എനിക്ക് ഫിനാൻഷ്യലായിട്ട് ഒന്നുമില്ല, സാമ്പത്തികപരമായിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല. വാടക വീടാണ്, റെന്റ് ഹൗസ് ആണ്, എല്ലാ കാര്യങ്ങളും നോക്കണം. നമുക്ക് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഏറ്റവും വലിയ ചിലവ് ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ചിലവെന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്യൂമാണ്, നമ്മൾ തന്നെ എടുക്കണം, നമ്മൾ തന്നെ സ്വന്തമായിട്ട് എടുക്കണം. ആ സമയത്ത് എനിക്കൊന്ന് കൊളാബൊക്കെ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. കൊളാബൊക്കെ എന്നിട്ട് 2-3 വർഷം ആഫ്റ്റർ കോവിഡിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ക്യാരക്ടർ അനുസരിച്ച്, നമ്മൾ റിച്ച് ക്യാരക്ടർ ആണെങ്കിൽ ആ ക്യാരക്ടറിനനുസരിച്ച് നമ്മൾ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം. മേക്കപ്പിൻ്റെ സാധനങ്ങൾ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇതൊക്കെ ഞാൻ പല സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടുണ്ട്, എനിക്കൊന്ന് മേക്കപ്പിൻ്റെ സാധനങ്ങൾ തരാമോ, പറഞ്ഞു തരാമോ, എനിക്ക് കോസ്റ്റ്യൂം ഡ്രസ്സ് തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇട്ടതാണെങ്കിലും മതി, തരുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. അന്നും തരാത്ത ആളുകളുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ നമുക്ക് സാമ്പത്തികപരമായിട്ടുണ്ടെങ്കിൽ, നമുക്ക് അവരുടെ ഡ്രസ്സോ അവരുടെ ആക്സസറീസോ അവർ എന്ത് വെള്ളം തരും. കാരണം നശിച്ചു പോയാൽ തന്നെ അവൾക്ക് തിരിച്ച് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കും. അതേപോലെയാണ് പല കാര്യങ്ങളും, പല സിറ്റുവേഷനിലും പൈസയ്ക്ക് പൈസ തന്നെ വേണം. പൈസ ഉണ്ടെങ്കിൽ എല്ലാ ബന്ധങ്ങളും ഉണ്ടാവുമോ? ഇല്ലാത്ത എന്ത് ബന്ധങ്ങളും ഉണ്ടാവും, കുടുംബക്കാരുൾപ്പെടെ. തീർച്ചയായിട്ടും. ഞങ്ങളടുത്ത് ഇപ്പൊ ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ ബന്ധങ്ങളാണ്. എന്നെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാറില്ല, അമ്മയായിട്ട് കോൺടാക്ട് ചെയ്ത് വരും. എവിടെന്നെങ്കിലും കാണും, പറയും ഞങ്ങൾ ഇന്ന ആളുടെ ഇന്ന ബന്ധുക്കാരാ, അമ്മൂൻ്റെ ഒക്കെ പറ്റി ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട്, അവളുടെ എല്ലാ പ്രോഗ്രാംസും കാണും, നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്, അത് കാണും എന്നൊക്കെ പറയും. അപ്പം ഇത്രയും കാലം ഈ ഒരു 2-3 വർഷം, ഇപ്പം ഞാൻ ഇച്ചിരിയും കൂടെ ഒന്ന് ഹൈപ്പായത് 2-3 വർഷത്തിനകത്താണ്. അതുവരെ പോലും ഒരു ബന്ധുക്കളും എൻ്റെ വീട്ടിൽ ഞാൻ വന്ന് അങ്ങനെ കണ്ടിട്ടില്ല. 1-2 പേരെ ഒഴിച്ച് ആരും വിളിക്കണം ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ഒരു ഫംഗ്ഷന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തതെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. പക്ഷെ ഇപ്പം ഇല്ലാത്ത ബന്ധങ്ങളൊക്കെ വന്നു. ശരിക്കും ഇപ്പം ലോകം അറിയുന്ന ഒരു അമ്മുവായിട്ടിരിക്കുന്നു. ഇപ്പോഴും പൈസയുടെ ബുദ്ധിമുട്ടുകളുണ്ടോ അമ്മ? ശരിക്കും ഫിനാൻഷ്യൽ ആയിട്ട് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് വർക്കുണ്ട്, വളരെ നല്ല വർക്കുണ്ട്. നമ്മുടെ പുതിയ വിശേഷം പറയട്ടെ, നമ്മുടെ അജിൻ്റെയൊക്കെ നമ്മുടെ ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ, നമ്മുടെ ഫാമിലി ആകാൻ പോകും. അതെ, നമ്മളൊരു പുതിയ വർക്ക്, നല്ല അടിപൊളി ഒരു വർക്ക് വരുന്നുണ്ട്. കൗമുദിയിലെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് നായികയായിട്ടൊരു പുതിയ വർക്ക് വരുന്നുണ്ട്. ഏഷ്യാനെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല നല്ല വർക്കുകൾ തേടി വരുന്നുണ്ട്. അപ്പം അതിനർത്ഥം എനിക്ക് ഒരിക്കലും പട്ടിണി കിടക്കില്ല. ലൈഫിൽ എനിക്ക് അമ്മൂനെ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, എത്ര ഉയർന്നാലും എത്ര ഫെയിം ആണെങ്കിലും വന്ന വഴി മറന്നിട്ടില്ല കേട്ടോ. പറയാനൊരു മടിയുമില്ല. ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം പത്തനാപുരം പുന്നലയാണ്. ഒരു കാട്ടുപ്രദേശമാണ് കേട്ടോ. എനിക്ക് അവിടുത്തെ ഒരു വീട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഓടിട്ട വീടായിരുന്നു. അപ്പൊ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ആ വില്ല താമസിക്കുന്നത്, മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പുറത്തു പോകത്തില്ല, ആ രീതിയിൽ അകത്ത് വരും. പക്ഷെ ഞങ്ങൾ അതിനകത്താണ് ഇത്രയും വർഷം, അതായത് ഈ 24-25 വർഷം ആ വീട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എനിക്ക് വീട് വെക്കണം എന്നൊരാഗ്രഹവും, അതെന്റെ സ്വന്തം നാട്ടില് ഞങ്ങളെക്കുറിച്ച് മോശവും നല്ലതും പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ തന്നെ എനിക്കൊരു വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. അവിടെ തന്നെ ഞാനൊരു വീട് വെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ വീടെല്ലാം ഉടനെ തന്നെ ഗംഭീരമാകട്ടെ എൻ്റെ വർക്കുകളൊക്കെ. ഈ വർക്ക് ചെയ്ത പൈസയിൽ നിന്ന് ആദ്യം മേടിച്ചൊരു സാധനം എന്തായിരിക്കും? ഞാൻ ഗോൾഡ് വാങ്ങിച്ചു എൻ്റെ സ്വന്തം സേവിങ്സിൽ നിന്ന്. ഞാൻ പണ്ടൊക്കെ എൻ്റെ കൂട്ടുകാരികൾ വളയും മാലയും കൊലുസ് കിടുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ടുണ്ട്, ഇത് സ്വർണ്ണമാണോ, ഇത് പൊട്ടത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു ചേച്ചിയുടെ ഒരു കാലി കിടക്കുന്ന കൊലുസ് ഞാൻ ഊരി വാങ്ങിച്ച് ഇട്ട് നോക്കിയിട്ടുണ്ട്. അന്നാണ് ഞാൻ സ്വർണ്ണം ആദ്യമായിട്ട് ഇടുന്നത്. ഒരു 10ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ആ ടൈമിലെന്തോ അന്നാണ് ആദ്യമായിട്ട് ഞാൻ സ്വർണ്ണം കാണുന്നത്, എൻ്റെ ഓർമ്മയിൽ വെച്ച് ഞാൻ നോക്കുന്നത്. അമ്മ, ഒരുപാട് ആളുകൾ ഇന്ന് പ്രണയിക്കുന്നുണ്ട്, പക്ഷെ ആ പ്രണയം പലതും സിൻസിയർ ആണോ എന്ന് വരെ നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അമ്മു പ്രണയത്തിനെ കാണുന്നത് എങ്ങനെയാണ്? ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുക, രണ്ടുപേർക്കും പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് അതിനെക്കുറിച്ച് തീരുമാനിക്കാവും. പെട്ടെന്ന് ഒരാളെ കണ്ട് 1 മാസം കൊണ്ട് കണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കുറേ സംസാരിച്ച് അങ്ങനെ ആയിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ഒന്ന് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അത് ഞാൻ പറയാണ്ട് തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി മനസ്സിലാക്കണം. എൻ്റെ കയ്യിൽ
പൈസ തന്ന് സഹായിക്കണം അങ്ങനൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ മെന്റൽ സപ്പോർട്ട് നമുക്ക് എപ്പോഴും തരുന്നൊരു വ്യക്തിയായിരിക്കണം. എനിക്ക് എന്ത് വിഷമങ്ങളും ചെന്ന് പറയാൻ പറ്റുന്ന അത്രയും വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇതിനെല്ലാം അപ്പുറമാണ് ഈ പറഞ്ഞ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. പരസ്പരം മനസ്സിലാക്കാതെ എന്ത് നമ്മൾ എത്രമാത്രം സ്നേഹിച്ചാലും ഒരു കാര്യമില്ല. പിന്നെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കതൊരു അറിയണം. ആ വ്യക്തി, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് അത് എനിക്ക് മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമൃതയ്ക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ പ്രണയമായിരിക്കുമോ അത്? എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല. ഞാൻ പറഞ്ഞു നേരത്തെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം എൻ്റെ ലൈഫിൽ ഉണ്ടായത് കൊണ്ട് നല്ലൊരു വ്യക്തി വരും എല്ലാം കൊണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉടനെ ഒന്നും ഇല്ല, ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞ ഒരു കല്യാണം. പക്ഷെ ആരെ കണ്ണടച്ച് വിശ്വസിക്കാമോ? എനിക്കറിയത്തില്ല. നമ്മുടെ ഈ കാലത്ത് നമ്മൾ ആരെ വിശ്വസിക്കണം എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. പുറമേ കാണുമ്പോൾ എല്ലാവരും നല്ല വ്യക്തികളാണ്, എല്ലാവരും പാവങ്ങളാ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാവരും പാവങ്ങളാ. എൻ്റെ അടുത്ത് പലരും പറയാം അവരെ വിശ്വസിക്കില്ല, അവർ കൊള്ളില്ല. പക്ഷെ എനിക്കറിയത്തില്ല. ഞാൻ നേരിൽ കാണുമ്പോൾ ഇപ്പൊ അജിൻ എന്ത് നല്ല വ്യക്തിയാ. പക്ഷെ അജിനെ കുറിച്ച് പേഴ്സണലി അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും ഇപ്പൊ അമ്മു പറഞ്ഞപ്പം തന്നെ ഇപ്പൊ അമ്മു ഞാനും ഉള്ള ഒരു ഫോട്ടോ തന്നെ അമ്മു ഒന്ന് സ്റ്റോറി ഇട്ടാ, നീ എന്തിനാ അവനോട് ഫോട്ടോ എടുക്കുന്നേ? പക്ഷെ അമ്മുവിന് എന്നെ അടുത്തറിഞ്ഞിടത്തോളം നല്ലൊരു വ്യക്തിയാണ്. ഓക്കെ. അപ്പം നമുക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമ്മൾ അന്നൊരു വൈറലായ ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പൊ അതിൽ പല പ്രാവശ്യം പലരും ചോദിച്ചിട്ടുണ്ട് അജിന്റെ അടുത്ത് ആ ഒരു ഇൻസിഡന്റ് പറയേണ്ട കാര്യം എന്താണ്. പക്ഷെ അത് പലരും ചോദിച്ചിരുന്നു. എനിക്ക് അജിനായിട്ട് ഒരു മോശം ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ കണ്ടതിന് വെച്ച് നല്ലൊരു വ്യക്തിയാണ്. നമ്മൾ അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇപ്പഴെന്താണ് കാണുന്നത്, ആ ഒരു ബന്ധം ഇന്നും നിൽക്കുന്നു. തീർച്ചയായിട്ടും. അപ്പം എന്താ പറയാ, അങ്ങനെ ചില ആളുകളെ ഉള്ളൂ പറയുന്നവർ പറഞ്ഞോട്ടെ. ഇവരാരും ചെലവിന് കൊണ്ട് തരുന്നുണ്ടോ? ആരും ഇല്ല. ഈ കൂടെ നിന്നും പണി തരുന്ന സുഹൃത്തുക്കളോട് ഈ നിമിഷം എന്തോ പറയാനുള്ളേ? അവര് ഇതെന്താ പ്രശ്നം, അവരെ എനിക്ക് കൂടുതൽ പണി തരുന്ന അല്ലെങ്കിൽ അവളെ എങ്ങനെ നശിപ്പിക്കാനും ചിന്തിക്കുമ്പോൾ അവരുടെ സമയമാണ് പോകുന്നത്. അവരുടെ ലൈഫിൽ ഏറ്റവും നല്ല മൊമെന്റ്സ് ആണ് അവർ കളയുന്നത്. എങ്ങനെ നശിപ്പിക്കാം, ഏത് വഴി കൂടെ അവളെ തള്ളിയിടാന്ന്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഞാൻ രക്ഷപ്പെട്ട് ഒരു സൈഡിൽ കൂടെ പോവാണ്. ഈ പറയുന്ന ആൾക്കാർ എപ്പോഴും താന്ന് പോവാണ്. സ്വന്തം കാര്യം നോക്കിയിരിക്കുക. പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ അവർ കിടന്ന് പറയട്ടെ. അമൃത, എല്ലാരും ഒന്ന് സോപ്പിട്ട് നിന്ന് കഴിഞ്ഞാല് നമുക്ക് ഇൻഡസ്ട്രി നിലനിൽക്കാൻ പറ്റും. അങ്ങനെയാണ് എല്ലാവരും നിൽക്കുന്നത്. 99.9% എനിക്ക് അവരിൽ നിന്ന് കിട്ടുമോ, അല്ലെങ്കിൽ അവരെന്നെ അടുത്ത വർക്കിൽ സജസ്റ്റ് ചെയ്യുമോ, ഞാൻ ഇവരുമായിട്ട് കൂടെ നിന്നാലേ എനിക്ക് കൂടുതൽ ഇനോഗ്രേഷൻ കിട്ടത്തുള്ളൂ, എനിക്ക് കൂടുതൽ പബ്ലിസിറ്റി കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരാണ് 99% ഇപ്പം ഉള്ളത്. ഈ സോപ്പ് മസ്കി വിട്ട് നിന്ന് കഴിഞ്ഞാൽ അവസരങ്ങൾ കിട്ടുമോ അമ്മു? എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ അമ്മുവിന് എങ്ങനെ അവസരങ്ങൾ കിട്ടുന്നത് കേൾക്കട്ടെ. എന്റെ വർക്ക് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ അവൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിക്കുന്ന ഒരു കൊച്ചാണ്, കറക്റ്റ് സമയത്ത് പറഞ്ഞ ലൊക്കേഷനിൽ വരും, പിന്നെ വലിയ ഡെയിലി അങ്ങനെ ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ഒന്നും വാങ്ങിക്കണില്ല, ട്രിവാൻഡ്രംകാരി തന്നെയാണ്. അപ്പൊ നോക്കുമ്പോൾ അവർക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി. ഈ സോപ്പ് ഇടുന്ന പരിപാടി നമ്മുടെ ലൈഫിലില്ല. ഞാൻ അങ്ങനെ ഒരാളെയും സോപ്പ് ഇടുക അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് അതിനെ കുറിച്ചുള്ള രീതിയിൽ ഒന്നും അറിയത്തില്ല. എനിക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. എനിക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഇപ്പൊ അമൃത ഞങ്ങൾ പുതിയൊരു വർക്ക് തുടങ്ങുകയാണ്, അമൃതയുടെ ഫോട്ടോ കാസ്റ്റ് ചെയ്യാണ്, അമൃതയുടെ പേയ്മെന്റ് അങ്ങനെ പറയാ, അത്രയും അതുവരെ ഓക്കെയാ ചേട്ടാ, ഞാൻ ഓക്കെയാണ്, ക്യാരക്ടർ പറയും ഓക്കെ. വേറെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ചേട്ടാ ഞാൻ ആ ടൈപ്പ് ഉള്ള ഒരാളാണ്. പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് മലയാളത്തിൽ നിന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തമിഴ് കാസ്റ്റ് ചെയ്തപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറുപടികൾ എന്തുവായിരുന്നു? എനിക്ക് താല്പര്യമില്ല, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അവര് പറഞ്ഞപ്പം വേറെയും നിങ്ങൾക്ക് അറിയാവുന്ന മലയാളത്തിൽ നിന്ന് പല ആൾക്കാരും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ അങ്ങനെ ഒരാളല്ല ഇന്നും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത്. ഇപ്പൊ എനിക്ക് അങ്ങനെ വലിയ ലക്ഷറി ലൈഫൊക്കെ വേണമെന്നുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴേ വേറെ പല രീതിയിൽ കൂടെ പോകുമായിരുന്നു, കോടികൾ ഉണ്ടാക്കായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ ആ വാടക വീടാണെങ്കിലും ഒരു രാത്രി ഉറങ്ങാൻ സമാധാനമായിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാം. ഇനി മുന്നോട്ടുള്ള ലൈഫിൽ എന്തൊക്കെയാണ് ആഗ്രഹങ്ങളും പ്ലാനുകളും ഒക്കെ? ഒരു വീട്, അതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഉടനെ സംഭവിക്കട്ടെ. എന്റെ ഇന്റർവ്യൂ കഴിയുന്നവരെല്ലാം നല്ല നല്ല ഉയർച്ചയിലോട്ടേ പോകത്തുള്ളൂ. അപ്പൊ നല്ലൊരു വീട് ഉണ്ടാവട്ടെ. ഇനി എന്തുവാ, അനിയനെ ഒന്ന് സേഫ് ആക്കണം. അനിയൻ ഓൾമോസ്റ്റ് സേഫ് ആണ്. അവൻ കേറിപ്പോയി, പിന്നെ അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ഇന്ന് അമ്മയ്ക്ക് മോളെ പറ്റി അഭിമാനം ഉണ്ടോ? എന്റെ മോൾ ആക്ട്രസ് ആണെന്ന് പറയുമ്പോ തീർച്ചയായിട്ടും അമ്മ അഭിനയിക്കും. അപ്പം പിന്നെ അമൃതയുടെ അമ്മയാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താണ് സ്നേഹം കരുതലും ഉണ്ടല്ലോ. ഇവനൊരു ഹോസ്പിറ്റൽ, അമ്മയ്ക്ക് സർജറി ഉണ്ടായിരുന്നു, യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് എൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് അമ്മയെ കൊണ്ടുപോയത്. തല കറങ്ങി വീണ് അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് കൊണ്ടുപോയതാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴും അമൃതയുടെ അമ്മയാണെന്ന് പറഞ്ഞ ഒരു പ്രത്യേകം കെയറിങ്ങും ഡോക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ അഭിമാനിക്കില്ല. എൻ്റെ മോളുടെ പേരിൽ എനിക്കും കുറച്ച് കിട്ടുന്നു. വേറെ ഒന്നും വേണ്ട, ഒരു നല്ല 2 വാക്ക് പറഞ്ഞാൽ മതി. വേറെ നമുക്ക് പൈസ വേറെ ഒരു കാര്യം വേണം. അമൃതയുടെ അമ്മയില ഇരിക്കൂ,
ഇവിടെ വന്നാൽ അമൃതയുടെ അമ്മയിൽ ഇരിക്കും. അങ്ങനെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. അത് മതി. സാധാരണ അമ്മമാരാണ് മക്കളെ അഭിനയത്തിലോട്ട് വിടുന്നത്. ഇത് അമ്മുവാണ് അമ്മയെ അഭിനയത്തിലോട്ട് കൊണ്ടുവന്നത്, ശരിയാണോ? അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. അമ്മ ഫസ്റ്റിലെ ചെറുതായിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ അമ്മ ഭയങ്കര അഭിനയിക്കണം എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മയുടെ സന്തോഷം. എന്നാലും ഒരു ഭാഗ്യമല്ലേ, ഒരു ലൊക്കേഷനിൽ ചെന്ന് കാറേ ഇറങ്ങുമ്പോൾ അഭിനയിക്കുന്ന രണ്ടുപേര് ആരൊക്കെയാ? അമ്മയും മോളും അല്ലേ? അത് റെയറുവാന്ന് തോന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അമ്മു മുന്നോട്ടുള്ള യാത്രയിലും ജീവിതത്തിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സിനിമകളിലോട്ട് ഒരു വരവ് ഉടനെ ഉണ്ടായിരിക്കുമോ? അതെനിക്ക് അറിയത്തില്ല. ഞാൻ അതിനു വേണ്ടി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല. ഓക്കെ. മീൻസ് നേരത്തെ ഞാൻ പറഞ്ഞു ചേട്ടാ, നമ്മളിപ്പോൾ ഒരു സിനിമയിൽ എത്തണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയാണ്, കുറെ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ സാമ്പത്തികപരമായി എല്ലാം കൊണ്ട് എനിക്ക് സെറ്റിൽഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കൊച്ചി വരാം, എനിക്ക് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാം, എനിക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ പുറകെ നടക്കാം. പക്ഷെ എനിക്ക് അതിനുള്ള സമയമില്ല. ഞാൻ ഇവിടെ വന്നാൽ എന്റെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നോക്കും? എനിക്ക് വേറെ വരുമാനം ഇൻകം ഇല്ലല്ലോ. അമ്മുവിന്റെ ഒരു ഡേ ലൈഫ് എന്തായിരിക്കും രാവിലെ എഴുന്നേക്കുന്ന മുതലുള്ളത്? ഷൂട്ടുള്ള ദിവസമാണെങ്കിൽ രാവിലെ 6 മണിക്ക് എണീക്കും. 6:30-7 മണിക്കകത്ത് വണ്ടി വരും, നേരെ പോകും, ലൊക്കേഷനിലെത്തും. ചിലപ്പോൾ ഫസ്റ്റ് ഷോട്ടിൽ ഉണ്ടാവും, ചിലപ്പോൾ ഫസ്റ്റ് ഷോട്ടിൽ ഉണ്ടാവത്തില്ല. ഫസ്റ്റ് ഷോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 8 മണിക്കകത്ത് റെഡി ആയിട്ട് ഫസ്റ്റ് ഷോട്ടിൽ പോയി നിൽക്കും. അത് കഴിഞ്ഞ് ഷൂട്ടെല്ലാം കഴിഞ്ഞ് ചില സമയത്ത് രാവിലെ പോയിട്ട് പിറ്റേ ദിവസം വരാറുണ്ട്. 24 hours നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. അതായത് ഇന്നിപ്പോൾ രാവിലെ 6 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് വീട്ടിൽ വന്ന ദിവസങ്ങളുണ്ട്. എപ്പിസോഡ് ഇല്ലാണ്ട് നമ്മൾ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ പുറമേ നിന്ന് കാണുന്ന ആൾക്കാർക്ക് എന്താ, അവള് രാവിലെ കാറി കയറിപ്പോയി, എളുപ്പമുള്ള പണിയാ, AC-ക്കകത്ത് നിൽക്കുന്നു, പുട്ടിയിടുന്നു, നല്ല കഷ്ടപ്പാടല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ചൂടില് നമ്മുടെ ലൊക്കേഷനിൽ നമുക്ക് അങ്ങനെ ഭയങ്കര ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നുമില്ല. ചില പ്രൊഡക്ഷൻ ഫുഡ് ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഏതൊക്കെ സെറ്റ് അമൃത അല്ലെ അമ്മു ഷൂട്ടിന് പോയിട്ടുണ്ടെങ്കിലും മിലേനത്തിന് സെറ്റ് വരുമ്പോ ഒരു ജീവനല്ലേ? അല്ല, തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ കണ്ടിടത്തോളം ഞാൻ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിൽ നല്ലതാണ്, വളരെ നല്ലതാണ്. ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ കൊച്ചിയിൽ വന്ന് വർക്ക് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഇപ്പൊ മിലേനിയത്തിൽ ജോയിൻ ചെയ്തതിനു ശേഷമാണ് മാസത്തിൽ 5 ദിവസം ഇവിടെ വരാറുണ്ട്. അപ്പൊ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു ചിരിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. ലൈഫിന്റെ ഓരോ വേദനകളും ഓരോ യാത്രകളും ഞങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറന്നതിന് ഒത്തിരി നന്ദി. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.